എയർ ഡ്രൈ ക്ലീവ് ചെയ്തിട്ട് ആദ്യമായിട്ട് സക്സസ് ആയ ഒരു സാധനമാണ് ഈ ക്യൂട്ട് ആയിട്ടുള്ള ചീസ് ബോക്സ്. മിക്കപ്പോഴും ഞാൻ വീട്ടിലുണ്ടാക്കുന്ന ക്ലേ വെച്ചിട്ട് തന്നെയാണ് ചെയ്ത് നോക്കാറ്. കാരണം എനിക്കതാണ് കുറച്ചും കൂടെ പേഴ്സണലി ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമായിട്ട് തോന്നിയിരിക്കുന്നത്. അതുമാത്രമല്ല ഈ ക്ലേ വെച്ച് ചെയ്യുമ്പോൾ നമ്മുടെ കൈയും അതേപോലെ തന്നെ ആ ഏരിയയിലൊക്കെ തൊട്ടിപ്പിടിച്ചിടന്നിട്ട് ആകെ അലങ്കോലായിട്ട് കിടക്കും. പക്ഷെ ഇപ്പൊ ചെയ്ത് ഓരോ ട്രിക്സ് ഒക്കെ പഠിച്ചിട്ട് എനിക്ക് കുറച്ച് ഈസി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ചെയ്ത് പഠിച്ച് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മളിങ്ങനെ ചെയ്ത് വരുമ്പോൾ ക്രാക്സോ അല്ലെങ്കിൽ വിടവുകളോ ഒക്കെ വരികയാണെങ്കിൽ പെയിന്റ് ബ്രഷോ അല്ലെങ്കിൽ സ്പോഞ്ചോ യൂസ് ചെയ്തിട്ട് സ്മൂത്ത് ചെയ്യുക. ഇനിയിപ്പോ ഞാനിവിടെ ചെയ്യുന്ന പോലത്തെ സ്ട്രക്ചേഴ്സ് ഒക്കെ ക്ലേയിൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ക്ലേ ഒന്ന് ചെറുതായിട്ട് ഉണങ്ങിയതിന് ശേഷം ഇതുപോലെ ചെയ്തു തുടങ്ങിയാൽ കുറച്ച് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ എപ്പോഴും നമ്മുടെ മൈൻഡിൽ വേണ്ട ഒരു കാര്യം, നമ്മൾ ഉണ്ടാക്കുന്നത് പെർഫെക്റ്റ് ആയിരിക്കേണ്ട കാര്യമേ ഇല്ല. കാരണം ഇത് കൈകൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന ഒരു ഹാൻഡ് ക്രാഫ്റ്റഡ് ആർട്ടാണ്. അപ്പോൾ അതിന്റെ ഇൻപെർഫെക്റ്റ് ലുക്കിൽ തന്നെ ഒരു ഭംഗിയാണ്. അതുകൂടാതെ നമ്മൾ ഇതിനെ റെസിനൊക്കെ വെച്ചൊന്ന് കോട്ട് ചെയ്തും കൂടി എടുക്കുകയാണെങ്കിൽ അടിപൊളി സെറാമിക് എഫക്റ്റും കിട്ടും. അപ്പോൾ ഞാനും ഇവിടെ നമ്മുടെ ചീസ് ബോക്സിനെ റെസിൻ വെച്ച് കോട്ട് ചെയ്തിട്ട് UV ലൈറ്റിന്റെ അടിയിൽ വെക്കുന്നുണ്ട്. ഓൾസോ ഞാനിവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഹോം മെയ്ഡ് ലിപ് ബാം ഉണ്ടാക്കിയിട്ട് അതിൽ ഒഴിച്ചെടുക്കുക ചെയ്തത്. സോ ഇതാണ് ഇതിന്റെ ഫൈനൽ ലുക്ക്. ഞാൻ റീസെന്റ് ഉണ്ടാക്കിയതിൽ വെച്ച് വൺ ഓഫ് മൈ ഫേവറേറ്റ് വർക്ക് ആണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.